സുവിശേഷം 6-ാമത്തെ അധ്യായം 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഞായറാഴ്ച സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. പദാർത്ഥങ്ങളുടെ മുകളിലുള്ള ദൈവിക അധികാരം വെളിപ്പെടുത്തുന്നതാണ് കാനായിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതും 5 അപ്പത്തെയും 2 മീനിനെയും 5000-ൽ പരം ആളുകളുടെ വിശപ്പ് മാറ്റാൻ തക്കവണ്ണം വർദ്ധിപ്പിച്ചതും. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ആത്മരക്ഷയ്ക്കായിട്ടാണ്. ലൗകിക മനുഷ്യൻ്റെ തരത്തിലുള്ള ദൈവാന്വേഷണത്തിലേക്കല്ല, ആത്മീയ മനുഷ്യൻ്റെ തരത്തിലുള്ള ദൈവാന്വേഷണമാണ് ദൈവം നമ്മിൽ നിന്ന് അപേക്ഷിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൽ ജീവനുള്ള ദൈവപുത്രനെ അറിയുന്ന പത്രോസിൻ്റെ കേസ്രിയ ഫിലിപ്പിയയിലെ വിശ്വാസ പ്രഖ്യാപനം, അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് എന്നാണ്. ലൗകിക മനുഷ്യൻ്റെ വിശപ്പ് ഭക്ഷണത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ആത്മീയ മനുഷ്യൻ വിശുദ്ധ കുർബാനയ്ക്കായി ആത്മാവിൽ വിശപ്പ് അനുഭവിക്കുന്നവരാണ്. യോഹന്നാൻ 6:27 വിശുദ്ധ കുർബാനയുടെ മർമ്മം ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് കർത്താവ് നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുകയും വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കപ്പെടുന്ന ആധ്യാത്മികതയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം. അനശ്വരമായ അപ്പത്തിലേക്ക് ദൈവത്തെ തേടി പോകുന്നതിലേക്കാണ് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കപ്പെടേണ്ടത്. ദൈവികമായ കാര്യങ്ങളെയും ലൗകിക മനുഷ്യൻ ലൗകികമായിട്ട് വ്യാഖ്യാനിക്കത്തുള്ളൂ. കാരണം ലൗകിക മനുഷ്യനിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നില്ല. മന്നായ്ക്ക് മുന്നിൽ ജനം ലൗകിക മനുഷ്യൻ്റെ മനോഭാവമാണ് കൈക്കൊണ്ടത്. അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു. അതിനെ അവർ മന്ന എന്ന് വിളിച്ചു. സ്വർഗീയമായതിനെ സ്വീകരിക്കുമ്പോൾ ദൈവാരാധനയിലേക്ക് മനസ്സുയരണം. പക്ഷേ ഇവിടെ ദൈവാരാധനയിലേക്ക് മനസ്സുയരുന്നില്ല. മറിച്ച് 1 കൊറിന്തോസ് 2:11 വചനമനുസരിച്ച് പറയുന്ന വാക്കുകളാണ് ഇവിടെ സാങ്കത്യമായിട്ട് നിലകൊള്ളുന്നത്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. സ്വർഗീയ അപ്പത്തെ നിസ്സാരക്കാരായ ലൗകിക മനുഷ്യർ എങ്ങനെ കണ്ടു എന്നുള്ളത് വളരെ താല്പര്യം നിർവഹിപ്പിക്കുന്ന ഒരു ചിന്താധാരയാണ്. ആദ്യം വൈകാരിക തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അവർ വിശപ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ മന്നായ്ക്ക് കൊടുക്കുന്നത്. വിശപ്പ് മാറ്റുന്ന അപ്പത്തെ ആലങ്കാരികമായി പുകഴ്ത്തിക്കൊണ്ടാണ് അവർ അവിടെ തുടരുന്നത്. പുറപ്പാട് 16:31 ഇസ്രായേൽക്കാർ കർത്താവ് നൽകിയ ഭക്ഷണത്തെ മന്ന എന്ന് വിളിച്ചു. അതിനെപ്പറ്റി ഒരു വിശേഷമാണ്. അത് കൊത്തമ്പാലരി പോലെയായിരുന്നു, വെളുത്തതായിരുന്നു, തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുള്ളതായിരുന്നു. കിട്ടിയതിന് വിശേഷണം നൽകി കൊടുത്ത ദൈവത്തിന് ആരാധന നൽകുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അടുത്ത പരാമർശം ഈ വൈകാരികതരം മാറിയിട്ട് യുക്തിയിൽ കേന്ദ്രീകൃതമായിട്ടാണ് മന്നായുടെ രുചിയെ അവർ തുലനം ചെയ്യുന്നത്. സംഖ്യ 11:8 ആകുമ്പോൾ അവർ പറയുന്നു, എണ്ണ ചേർത്തുവിട്ട അപ്പത്തിൻ്റെ രുചിയാണ് ഇതിൻ്റെ രുചി എന്ന്. വിശന്നപ്പോൾ തേനായിരുന്നത് വിശപ്പ് മാറിയപ്പോൾ യുക്തിഭദ്രമായ ചിന്തകളിൽ കൂടി കടന്നുപോയപ്പോൾ അത് എണ്ണയുടെ രുചിയാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. കുറെ കൂടി സുഖം തേടിയുള്ള ലൗകിക മനുഷ്യൻ്റെ തൃഷ്ണ നിറഞ്ഞ അന്വേഷണത്തിൽ അവരെ എത്തിക്കുന്നത് ഈ മന്ന സ്വർഗീയ ഭക്ഷണത്തെ തള്ളിപ്പറയാനായിട്ടാണ്. അവരുടെ സംഖ്യ 21:5 ആകുമ്പോൾ പറയുന്നു, വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. ലൗകിക മനുഷ്യരായി നമ്മൾ മാറുമ്പോൾ നമ്മളുടെ ജീവിതം മാറുന്നത് ലൗകികമായ സന്തോഷങ്ങളുടെ പിന്നാലെ പാഞ്ഞ് ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ്. കൂട് സഞ്ചരിച്ച ദൈവത്തെ മറന്ന് കാളക്കുട്ടിയെ ദൈവമാക്കുന്നതാണ് ലൗകിക മനുഷ്യൻ. ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഉയരാൻ പറ്റാത്തതുകൊണ്ട് താഴ്ന്ന ലെവലിലുള്ള ദൈവത്തെ സ്വന്തമാക്കിയെടുക്കുന്ന, കാളക്കുട്ടിയെ സ്വന്തമാക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ലൗകിക മനുഷ്യനിൽ തെളിയുന്നത്. അനശ്വരമായ അപ്പമായ വിസുർബാന നയിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേചനത്തിൻ്റെ തിരിച്ചറിവുകളാണ്. എമ്മാവൂസിലെ ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ചപ്പോൾ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. വിവേചന ചിന്തയോടെ അവർ പറയുന്നു, അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ. അവരവരെപ്പറ്റി തന്നെ വിവേചനത്തോട് ചിന്തിക്കുകയാണ്. ജ്വലിക്കുന്ന ഒരു ഹൃദയം, അതുമായി അവർ കൂട്ടായ്മയിലേക്ക് തിരികെ നയിക്കുകയാണ്. അവരുടെ ആ ജ്വലനം എല്ലാവരിലേക്കും പകർത്തുവാനായിട്ടുള്ള ഒരു ആഴമായ അഭിനിവേശം അവരിലുണ്ട്. ജ്വാലയുടെ ആ ഒരു തലത്തിലേക്ക് എല്ലാവരെയും എത്തിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകുന്ന ഒരു അനുഭവത്തിൻ്റെ സാങ്കത്യം അവരിലേക്ക് നമുക്ക് കണ്ടെറിയാനായിട്ട് കഴിയുന്നു.
ഈ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഈ 6:27 പരാമർശം അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കൂടെ കൂടിയവരിൽ ഏറെ പേരും അവരെ വിട്ടുപോയി എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പ്രബോധനം അവിടെ നമ്മൾ കാണുന്നുണ്ട്. 100 ആടുകളുണ്ടെങ്കിൽ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പിന്നാലെ ഇടയൻ അലയുന്നെങ്കിൽ ആ ഇടയനായി തന്നെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുന്നുവെങ്കിൽ ആ കർത്താവായ ഈശോ മിശിഹ ഈ പിരിഞ്ഞു പോയവരെ ആരെയും തിരിച്ചു വിളിക്കുന്നില്ല. കാരണം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അന്തസ്സത്ത, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നുള്ള ജ്ഞാനം 1-2 വാക്കുകളോട് ചേർത്തുകൊണ്ട് കർത്താവേ, വിശുദ്ധ കുർബാന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തിയാണ്. ഞങ്ങൾ ജീവിതത്തിൽ കപ്പയും ചോറും ഉന്തിക്കൊണ്ട് നടക്കുന്ന വണ്ടികളാകുവാനല്ല, മറിച്ച് സ്വർഗീയ വാസ്തവത്തിലെ അവകാശികളാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നും ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ സർവ്വം നഷ്ടമായി എന്ന ചിന്തയോടെ ജീവിപ്പാനും ദൈവമേ, ഈ വിശുദ്ധ കുർബാനയെ ആയിരിക്കുന്ന അവസ്ഥയിൽ കണ്ടറിഞ്ഞ്, കേട്ടറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ്, തൊട്ടറിഞ്ഞ് ക്രിസ്തു വസിക്കുന്ന സക്രാരികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.